2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് CPM പിണറായി 3.0 ആശിച്ച് സ്വപ്നം കണ്ടിരുന്ന കാലഘട്ടം. എന്നാൽ അവിടുന്ന് CPMന് അത് കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഏറ്റവും വലിയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തിരിച്ചടിയായ ഏറ്റവും തകർന്ന് തരിപ്പണമാകുന്ന തോൽവിയിലേക്ക് CPMും പിണറായി വിജയനും തള്ളപ്പെടുന്ന സാഹചര്യമുണ്ടായി. അവിടുന്ന് 35 സീറ്റിലേക്ക് വെറും 35 സീറ്റിലേക്ക് CPM ഒതുങ്ങിപ്പോകുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷ മുന്നണി ഒന്നാകെ ഒതുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. മുന്നണിയിലെ ഘടകകക്ഷികളിൽ പലരും തോറ്റു തുന്നം പാടുന്ന സാഹചര്യമുണ്ടായി. അവിടെ പിന്നീട് CPI അത്യാവശ്യം നല്ല രീതിയിൽ മെച്ചപ്പെട്ടു വരുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ അത് വലിയ നാണക്കേടിലൂടെ നിൽക്കുമ്പോൾ അതിനെക്കുറിച്ച് പലപ്പോഴും പിണറായി വിജയനോട് ചോദിക്കുമ്പോഴും പിണറായി വിജയൻ ഒരു അക്ഷരം മിണ്ടാത്ത സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മാധ്യമങ്ങളോട് തോൽവിയെക്കുറിച്ച് ഈ നിമിഷം വരെ ഒരു അക്ഷരം മിണ്ടില്ല. പകരം ഒരു വേദിയിൽ അതിനെക്കുറിച്ച് സംസാരിച്ചു. ഇതങ്ങനെ ഞങ്ങളങ്ങനെ തോറ്റു പിന്നാലെ പോകുന്നവരല്ല, ഞങ്ങൾ ഇനി മികച്ച രീതിയിൽ തിരിച്ചു വരുമെന്നൊക്കെയുള്ള പ്രസംഗങ്ങളൊക്കെ, തീപ്പൊരി പ്രസംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഒന്നും ഉണ്ടായില്ല. ആ തോൽവി പിന്നീട് പിണറായി വിജയനെതിരെയും അതുപോലെ ഗോവിന്ദനെതിരേക്കുള്ള ഏരിയ കമ്മിറ്റിയിലടക്കം വലിയ വിമർശനങ്ങൾ ഉണ്ടാകുകയും പിണറായി വിജയൻ്റെ ധാർഷ്ട്യമാണ്, തമ്പ്രാൻ മനോഭാവമാണ് തോൽവിക്ക് കാരണമെന്ന ഈ പറഞ്ഞ അഭിപ്രായങ്ങൾ എല്ലാ ഏരിയ കമ്മിറ്റികളിലും ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. പിന്നീടത് ദേശീയ കമ്മിറ്റി തന്നെ അംഗീകരിക്കുന്ന സാഹചര്യം വരെ എടുത്തിട്ടുണ്ട്. പിന്നീട് അത് വലിയ ചർച്ചയായി നിൽക്കുമ്പോൾ തന്നെ ആ തോൽവി തന്നെ ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതായത് ആ തോൽവി അംഗീകരിക്കുക, അല്ലെങ്കിൽ CPM തോറ്റുപോയി, ഇടതുപക്ഷ മുന്നണി തോറ്റുപോയി എന്നുള്ളത് അംഗീകരിക്കാൻ CPMലെ അണികൾക്ക് പോലും സാധിക്കാത്ത, ഉൾക്കൊള്ളാൻ പറ്റാത്ത സാഹചര്യം വരെ ഉണ്ടായി. ഒടുവിൽ ആരാണ് ഇനി പ്രതിപക്ഷ നേതാവ് എന്നുള്ള ചോദ്യമുണ്ടായി. ഒടുവിൽ ആ ചോദ്യത്തിനും ഉത്തരമായി പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകട്ടെ എന്ന് പാർട്ടി തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ പാർട്ടി ആ തീരുമാനമെടുക്കുമ്പോൾ അതിനെതിരെയും പല ഏരിയ കമ്മിറ്റികളിലും വിമർശനങ്ങൾ ഉണ്ടായി നിൽക്കുമ്പോൾ തന്നെയാണ് CPI പുതിയ ആവശ്യവുമായി രംഗത്ത് വരുന്നത്. അതായത് തങ്ങൾക്ക് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം കിട്ടിയേ മതിയാകൂ എന്നുള്ളത് അവർക്ക് അർഹിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അർഹതയുള്ളത് ഞങ്ങൾക്ക് ലഭിച്ചേ മതിയാകൂ. ഇത്തവണത്തെ സഭയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനാണെങ്കിൽ പ്രതിപക്ഷ ഉപനേതാവ് CPIയിൽ നിന്നും ഉണ്ടാകണമെന്നുള്ള ആവശ്യം CPI ഉന്നയിക്കുകയും, എന്നാൽ അത് CPM അംഗീകരിക്കാത്ത സാഹചര്യം ഉണ്ടായി. ഗോവിന്ദനടക്കം പിണറായി വിജയനടക്കമുള്ളവർ വന്നിട്ട് പറഞ്ഞത് അതൊക്കെ അടഞ്ഞ അധ്യായമാണ്, അതിനെക്കുറിച്ച് ഇനി ചർച്ചയില്ല എന്നുള്ളതാണ്. അങ്ങനെ ചർച്ചകൾ ഇങ്ങനെ കൊടുമ്പരി കൊണ്ടു നിൽക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം CPMൻ്റെ നേതാവ് KN ബാലഗോപാലിന് വേണ്ടി പ്രതിപക്ഷ ഉപനേതാവിൻ്റെ റൂം തുറന്നു കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ആ മുറി ആവശ്യപ്പെട്ടുള്ള CPMലെ നേതാക്കളടക്കമുള്ളവർ ചെന്ന് പ്രശ്നമുണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. അതങ്ങനെ സഭയിൽ നിൽക്കുമ്പോഴാണ് സ്പീക്കറായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചെവിക്കല്ല് നോക്കി അടിക്കുന്ന രീതിയിലൊരു മറുപടി നൽകുന്നത്. ആ മറുപടിയാണ് ഇപ്പോൾ സഭയിലടക്കം എല്ലായിടത്തും ചർച്ചയാകുന്നത്. സംഭവം എന്ന് പറയുന്നത്, സംസ്ഥാനത്തെ നിയമസഭയിലെ പ്രതിപക്ഷ ഉപനേതാവിനെ മുറിയെ ചൊല്ലുള്ള, അതിന് പ്രതിപക്ഷ ഉപനേതാവിനെ കുറിച്ചും അതുപോലെ മുറിയെ ചൊല്ലുള്ള വലിയൊരു പുകിലാണ് ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടക്കുമ്പോൾ സ്പീക്കറായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കൈക്കൊണ്ട നിലപാട് കേവലം ഒരു സാങ്കേതിക തീരുമാനമായിക്കൊണ്ട് തള്ളിക്കളയാനൊന്നും പറ്റില്ല. LDFിൻ്റെ രാഷ്ട്രീയ അടിത്തറയിൽ തന്നെ തകർക്കാൻ ശേഷിയുള്ള ഒന്നാം തരം നല്ല ഉഗ്രൻ ഒരു 8ൻ്റെ പണി തന്നെയാണ് ഇവിടെ പുറത്തെത്തിയിരിക്കുന്നത്. ഇത് വ്യക്തമാകുന്നതും അങ്ങനെ തന്നെയാണ്. പ്രതിപക്ഷ ഉപനേതാവ് ആരാണെന്ന് വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സ്വന്തം കൈപ്പടയിൽ എഴുതി നൽകുന്ന ഔദ്യോഗിക കത്തുമായി വന്നാൽ ഉപനേതാവിൻ്റെ മുറി അപ്പോൾ തന്നെ അനുവദിക്കാമെന്ന സ്പീക്കറുടെ പ്രഖ്യാപനമാണ് ഇവിടെ ഉണ്ടാകുന്നത്. നോക്കൂ, അതോടെ ആ പന്ത് പൂർണ്ണമായും കൊണ്ടുപോയി CPMൻ്റെ കോർട്ടിലേക്ക് തന്നെ തള്ളിയിട്ട് കൊടുത്തിരിക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇവിടെ മുറി നിശ്ചയിച്ചിട്ടൊന്നുമില്ല എന്നും പ്രതിപക്ഷ ഉപനേതാവിൻ്റെ കസേരയിൽ വന്നിരിക്കുന്നയാൾക്ക് അപ്പോൾ തന്നെ ആ മുറി കൃത്യമായി ലഭിക്കുമെന്നും വളരെ വ്യക്തമായി അടിവരയിട്ടാണ് സ്പീക്കർ പറഞ്ഞിരിക്കുന്നത്. CPMനെയും പിണറായി വിജയനും അത് അതീവ സങ്കീർണമായൊരു രാഷ്ട്രീയ ധർമ്മസങ്കടത്തിലേക്കാണ് ഇത് തള്ളിവിട്ടിരിക്കുന്നതെന്ന് കൂടി പറയാതെ വയ്യ. KN ബാലഗോപാലിനായി പ്രതിപക്ഷ ഉപനേതാവിൻ്റെ മുറി കൈക്കലാക്കാൻ നോക്കിയ CPM നീക്കത്തിന് സ്പീക്കറുടെ ഭാഗത്തു നിന്ന് ലഭിച്ച കനത്ത പകരമായി ഇത് മാറിയിരിക്കുക കൂടിയാണ്. സ്പീക്കറുടെ ഈ ഒരൊറ്റ വെട്ട് കാരണം ഇനി പിണറായി വിജയന് എളുപ്പത്തിൽ തീരുമാനമെടുക്കാൻ സാധിക്കാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവിടെ നോക്കേണ്ട ഏറ്റവും പ്രധാന കാര്യം എന്നത് LDFിൽ നിലനിൽക്കുന്ന പ്രതിപക്ഷ ഉപനേതാവ് തർക്കം മുന്നണിയുടെ തികച്ചും ആഭ്യന്തര കാര്യമാണെന്ന് സ്പീക്കർ വളരെ മാന്യമായി പറയുമ്പോഴും സഭയ്ക്കുള്ളിലെ പ്രതിപക്ഷ ഉപനേതാവ് ആരെന്ന് പരസ്യപ്പെടുത്താൻ പിണറായി വിജയൻ നിർബന്ധിതനാകുന്ന സാഹചര്യമാണ് ഇവിടെ ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. നിലവിൽ KN ബാലഗോപാലിന് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ സഭയിൽ ഔദ്യോഗികമായി തന്നെ മുറിയുണ്ട്. പക്ഷേ അങ്ങനെ ഒരു മുറിയുള്ള ബാലഗോപാലിന് ഇനിയൊരു മുറി, അതായത് പുതിയൊരു മുറി വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ ഉപനേതാവായി, അതായത് പ്രതിപക്ഷ ഉപനേതാവായി പ്രഖ്യാപിക്കാൻ CPM തയ്യാറാക്കേണ്ടി വരും. അങ്ങനെ വന്നാൽ ബാലഗോപാലിനെ പ്രതിപക്ഷ ഉപനേതാവായി പ്രഖ്യാപിച്ചുകൊണ്ട് പിണറായി വിജയൻ ഒപ്പുവെച്ച് സ്പീക്കർക്ക് കത്ത് നൽകിയാൽ ഇടതു മുന്നണിയിൽ വൻ പൊട്ടിത്തെറിയാകും രൂപപ്പെടുക എന്ന കാര്യം ഉറപ്പ് തന്നെയാണ്. മുന്നണിയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയായ CPIയെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് CPM സ്വന്തം നേതാവിനെ ഉപനേതാവാക്കിയാൽ മുന്നണി ബന്ധം തന്നെ ഉലയുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ചോദ്യം ഇതാണ്,
CPIയുടെ കടുത്ത എതിർപ്പിനെ മറികടന്ന് ബാലഗോപാലിന് വേണ്ടി പിണറായി കത്ത് നൽകാൻ ധൈര്യം കാണിക്കുമോ എന്നുള്ളതാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവിക്കായി CPI ഇപ്പോൾ അയവില്ലാത്ത കടുത്ത നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻ മന്ത്രി കെ രാജനെ തന്നെ ഉപനേതാവാക്കണമെന്ന് ആവശ്യപ്പെട്ട് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തുമെത്തിയിരുന്നു. സഭയിൽ CPMന് 26ഉം CPIക്ക് 8 അംഗങ്ങളാണുള്ളത്. മുന്നണി മര്യാദയും രാഷ്ട്രീയ മര്യാദയും അനുസരിച്ച് രണ്ടാമത്തെ പ്രബല കക്ഷിക്ക് അർഹമായ പദവി നൽകണമെന്നാണ് CPIയുടെ കർശനമായ ആവശ്യം. ഈ തിരിച്ചടി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ബാലഗോപാലിന് വേണ്ടി സഭാമന്ദിരത്തിലെ പ്രധാന ബ്ലോക്കിൽ മുറി തട്ടിയെടുത്തിരിക്കുന്നത്. സതീശൻ സർക്കാരിനെതിരെ പ്രതിപക്ഷ നിരയിലെ രണ്ടാമൻ ബാലഗോപാൽ തന്നെയെന്ന് വരുത്തി തീർക്കാൻ CPMന്റെ ഒരു വിപുല ശ്രമവും നടക്കുകയുണ്ടായി. എന്നാൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സഭാ ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും കൃത്യമായി ഉയർത്തിപ്പിടിച്ചതോടെ CPMന്റെ ഈ പിൻവാതിൽ നീക്കം അമ്പെ പരാജയപ്പെട്ട് പാളിപ്പോകുന്ന സാഹചര്യമുണ്ടായി. സ്പീക്കറുടെ ഈ പ്രഖ്യാപനം പുറത്തു വന്നതോടെ തങ്ങളുടെ അവകാശം കവർന്നെടുക്കാൻ CPM നടത്തുന്ന നാടകങ്ങൾ കൂടുതൽ പരസ്യമായിരിക്കുകയാണെന്നാണ് CPIM കണക്കൂട്ടുന്നത്. ഇനി പ്രതിപക്ഷ ഉപനേതാവിനായി ബാലഗോപാലിൻ്റെ പേര് പിണറായി വിജയൻ നിർദ്ദേശിച്ചാൽ അത് CPIയോടുള്ള പരസ്യമായ വെല്ലുവിളിയായി മാറുകയും ചെയ്യും. സഭയ്ക്കുള്ളിലും പുറത്തും വലിയ രാഷ്ട്രീയ തർക്കങ്ങൾക്ക് ഇത് വഴിമരുന്നിടുന്ന കാര്യത്തിൽ സംശയവും വേണ്ട. മുമ്പ് ഭരണപക്ഷത്തിരിക്കുമ്പോൾ പുലർത്തിയിരുന്ന ആ അച്ചടക്കമൊക്കെ പ്രതിപക്ഷത്തായതോടുകൂടി ഇടതുമുന്നണിയിൽ നിന്നും പൂർണ്ണമായി നഷ്ടപ്പെട്ട മട്ടാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേരേണ്ടിയിരുന്ന LDF യോഗങ്ങൾ മാസങ്ങളായി മുടങ്ങിക്കിടക്കാൻ കാരണം തന്നെ ഈ പറഞ്ഞ ഉപനേതൃസ്ഥാനത്തെ ചൊല്ലിയുള്ള കടുത്ത തമ്മിലടിയും തർക്കങ്ങളുമാണ്. ഇതിനിടയിലാണ് സ്പീക്കറുടെ പ്രഖ്യാപനം LDFലെ ആ തീപ്പൊരി കൂടുതൽ കത്തുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. ഇനി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സ്പീക്കർക്ക് നൽകുന്ന ഏതൊരു കത്തും LDFൽ വൻ ഭിന്നതയ്ക്ക് കാരണമാകുമെന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. ബാലഗോപാലിൻ്റെ പേര് നൽകിയാൽ CPI പണിമുടക്കും. മറിച്ച് CPIയുടെ കെ രാജൻ്റെ പേര് നൽകിയാൽ CPMനുള്ള വിഭാഗീയതയും അധികാര സമവാക്യങ്ങളും വീണ്ടും തലപൊക്കി വരികയും ചെയ്യും. ചുരുക്കത്തിൽ പിണറായി വിജയൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങളെ പൂർണ്ണമായും മുട്ടുകുത്തിക്കാൻ തിരുവഞ്ചൂരിൻ്റെ ആ തന്ത്രപരമായ ബുദ്ധിക്ക് കഴിഞ്ഞുവെന്ന് വേണം ഇവിടെ മനസ്സിലാക്കാൻ. കേവലം ഒരു ഓഫീസ് മുറിയുടെ പേരിൽ തുടങ്ങിയ തർക്കം ഇപ്പോൾ LDFൻ്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് വരെ വളർന്നിരിക്കുകയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലെ PSC ചെയർമാൻ്റെ മുറിയിൽ ഒതുങ്ങാൻ ബാലഗോപാൽ നിർബന്ധിതനാകുമ്പോൾ സ്പീക്കറുടെ പിണറായി കത്ത് തരട്ടെ എന്ന നിലപാട് CPMന് വിൽക്കാനോ വിഴുങ്ങാനോ തുമ്മാനോ തുപ്പാനോ വയ്യാത്ത അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ സഭാ സമ്മേളനം പുനരാരംഭിക്കുമ്പോൾ ഈ വിഷയം സഭയ്ക്കുള്ളിൽ വലിയ ബഹളത്തിന് വഴിവെക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. സ്പീക്കറുടെ തന്ത്രപരമായ നിലപാടിലൂടെ പ്രതിപക്ഷ നിരയിലെ ഈ കൊടും അസ്വാരസ്യങ്ങൾ ഭരണപക്ഷത്തിന് സഭയിൽ വലിയ മേൽക്കൈ ഉണ്ടാക്കുകയും ചെയ്യും. പ്രതിപക്ഷ ഉപനേതാവ് ആരെന്ന് പിണറായി വിജയൻ തീരുമാനിച്ച് എഴുതി തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സ്പീക്കർ കൊളുത്തിവിട്ട ആ രാഷ്ട്രീയ ബോംബ് LDFൽ വരും ദിവസങ്ങളിൽ വലിയ സ്ഫോടനങ്ങൾക്ക് വഴിവെക്കുന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ഈ കെണിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടുമെന്നറിയാതെ LDFും കടുത്ത പ്രതിസന്ധിയിലാണ്. CPMന്റെ തന്ത്രപ്രധാനമായ നീക്കങ്ങളെല്ലാം പൂർണ്ണമായും പൊളിച്ചെടുക്കുന്ന രീതിയിലാണ് സ്പീക്കറും ഭരണപക്ഷവും ഇപ്പോൾ കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. സഭയ്ക്കുള്ളിൽ സ്വന്തം സ്വാധീനം ഉറപ്പിക്കാൻ CPM ശ്രമിക്കുമ്പോഴൊക്കെ അത് മുന്നണിയിലെ കടുത്ത തർക്കങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടപ്പെടാൻ മാത്രമേ സഹായിക്കുന്നുള്ളൂ. ബാലഗോപാലിനെ മുൻനിർത്തി CPM നടത്തുന്ന ഓരോ കരുനീക്കങ്ങളും LDFന്റെ ആഭ്യന്തര ഐക്യത്തെ പാടെ തറുക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. മുമ്പ് ഈ പറഞ്ഞ ഭരണപക്ഷത്തിരിക്കുമ്പോൾ കാണിച്ച, അതും പ്രത്യേകിച്ച് 10 വർഷം ഭരണത്തിരിക്കുമ്പോൾ കാണിച്ചിട്ടുള്ള യാതൊരു സഹകരണവും അച്ചടക്കമൊന്നും ഈ പറഞ്ഞ പ്രതിപക്ഷത്തായപ്പോൾ മുന്നണി നേതാക്കൾക്കിടയിൽ കാണില്ല എന്നുള്ള അമർഷവും അണികൾക്കിടയിലും ശക്തമാകുന്നുണ്ട്. മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ CPIയെ അവഗണിച്ചുകൊണ്ട് CPMന് ഏകപക്ഷീയമായി ഇവിടെ ഒന്നും ചെയ്യാനും കഴിയില്ല. എന്നാൽ CPI ആകട്ടെ ഇതിലൊന്നും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ള കൃത്യമായ സൂചന നൽകിയും കഴിഞ്ഞു. കെ രാജൻ്റെ പേര് തന്നെ ഉപനേതൃസ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടുന്നതിലൂടെ തങ്ങളുടെ അർഹമായ അവകാശം ചോദിച്ചു വാങ്ങുമെന്ന ഉറച്ച നിലപാടാണ് അവർ ഇപ്പോഴും നിൽക്കുന്നത്. ഈ തർക്കം നീണ്ടുപോകും തോറും മാധ്യമങ്ങൾക്കും അതുപോലെ ഭരണപക്ഷത്തിന് ലഭിക്കുന്നത് LDFനെ പ്രതിരോധത്തിലാക്കാനുള്ള ഒന്നാന്തരം ആയുധം കൂടിയാണ്. ഇടതു മുന്നണിക്കുള്ളിൽ പുകയുന്ന ഈ അസ്വാരസ്യങ്ങൾ കേവലം ഒരു മുറിക്കോ തത്വയ്ക്കോ വേണ്ടി മാത്രമുള്ളതല്ല, മറിച്ച് പ്രതിപക്ഷത്തെ നായകസ്ഥാനവും മുന്നണിയിലെ അധികാര വടംവലിയുമാണ് ഇതിലൂടെ വസ്ത്രാക്ഷേപം നടത്തി ചെയ്യപ്പെട്ടിരിക്കുന്നത്. സ്പീക്കറുടെ തന്ത്രപ്രധാനമായ പ്രഖ്യാപനത്തിലൂടെ പിണറായി വിജയൻ്റെ മുന്നിൽ വഴികളൊക്കെ അടഞ്ഞിരിക്കുക കൂടിയാണ്. കത്ത് നൽകിയാലും നൽകിയില്ലെങ്കിലും വലിയ രാഷ്ട്രീയ തിരിച്ചടിയാണ് CPI നേതൃത്വത്തെ കാത്തിരിക്കുന്നത്. ഇനി അറിയേണ്ടത് ഉപനേതൃസ്ഥാനം, അതായത് പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം ഇവിടെ മുൻ മന്ത്രി എന്ന കെ രാജന് പോകുമോ അതോ ഇനി അതല്ല KN ബാലഗോപാലിന് പോകുമോ എന്നുള്ളതാണ്. ഇത് രണ്ടിലേത് തന്നെയായിരുന്നാലും അത് പിണറായി വിജയൻ ഏതാണ്ട് നല്ല പണി കിട്ടുന്ന കൂട്ടത്തിലാണ്. കാരണം കെ രാജനാണ് കൊടുക്കുന്നതെങ്കിൽ CPMൽ KN ബാലഗോപാൽ അടക്കമുള്ളവർ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടാക്കും. ഇനി അതല്ല KN ബാലഗോപാലിനാണ് കൊടുക്കണമെങ്കിൽ ഈ മുന്നണിയിലെ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള CPI അത് വലിയ പ്രശ്നമാക്കി മാറ്റുകയും ചെയ്യും. രണ്ടായിരുന്നാലും ഇപ്പോൾ തൃശങ്കുവിലാണ് പിണറായി വിജയൻ നിൽക്കുന്നത്.